മുഖ്യമന്ത്രി കസേരയും സ്വപ്നം കണ്ടു നടക്കുന്ന പ്രതിപക്ഷ നേതാവ്. അതിന് ആവും വിധമുള്ള പണികളെല്ലാം വി.ഡി. സതീശൻ ചെയ്യുന്നുണ്ട്. സർക്കാരിനെ വികസനത്തിന്റെയോ ഭരണത്തിന്റെയോ പേരിൽ വെല്ലുവിളിക്കാൻ കഴിയാത്തതിനാൽ വർഗീയ ശക്തികളെ അടക്കം കൂട്ടുപിടിച്ച അപവാദ പ്രചാരണങ്ങൾ നടത്തി അതുവഴി സർക്കാരിനെ താഴെയിറക്കാമെന്നാണ് ഇപ്പോഴത്തെ UDFന്റെ സ്ട്രാറ്റജി. ഭരണക്കൊതിമൂത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി അവരുടെ പിന്തുണ തേടിയ വി.ഡി. സതീശൻ, RSSന്റെ അടക്കം പ്രിയ തോഴൻ. ഇങ്ങനെയെല്ലാമുള്ള പ്രതിപക്ഷ നേതാവിനെ ചിലത് പഠിപ്പിക്കുകയാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടന. കേരളത്തിലെ കലാലയങ്ങളിലെല്ലാം മതനിരപേക്ഷമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് SFI. സർവകലാശാലകളുടെ കാവ്യവൽക്കരണത്തിനെതിരെ, RSSനെതിരെ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവതയുടെയും പോരാട്ട വീരം അണപൊട്ടിയൊഴുകുന്നു. കഴിഞ്ഞ ദിവസം രാജ്ഭവനിലേക്ക് നടന്ന SFI മാർച്ചിൽ സംസാരിക്കവേ SFI സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് ഒരു ചിത്രം എടുത്തുയർത്തി. RSS ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്ന കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശന്റെ ചിത്രം. മതനിരപേക്ഷ കേരളത്തിൽ RSSനെതിരെ നടത്തുന്ന സമരത്തെ ഒറ്റുകൊടുക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തയ്യാറാവരുതെന്ന് M. ശിവപ്രസാദ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പ്രിയപ്പെട്ട കേരളത്തിലെ ഗവർണർ RSSകാരനായ അർലേക്കർക്കും ഒപ്പം RSSന്റെ പ്രിയ ചങ്ങാതി വാശിയോടെ ഞങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ന് കേരളത്തിന്റെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനും RSSനുമെതിരെ പ്രതിഷേധിക്കുന്ന ഞങ്ങളുടെ സമരത്തെ ഗുണ്ടായിസം എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞതെന്ന് ചിത്രമുയർത്തിപ്പിടിച്ച SFI നേതാവ് ഓർമ്മിപ്പിച്ചു. RSSനെതിരെ പ്രതിഷേധിക്കുന്നതിന് ഞങ്ങളെ ഗുണ്ട എന്നാണ് വിളിക്കുന്നതെങ്കിൽ യെസ്, വി ആർ ഗുണ്ടാസ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഏത് വി.ഡി. സതീശൻ? ദാ ഈ ചിത്രം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കത്തിച്ച് RSSന്റെ ആശയം എനിക്ക് കൂടി തരൂ എന്ന് അഭ്യർത്ഥിക്കുന്ന വി.ഡി. സതീശൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഞങ്ങളെ വിളിച്ചത് ഗുണ്ടകൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പും ഞങ്ങളെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചു. ആ വിളിച്ച ആളിന്റെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. SFIക്കാർ ഗുണ്ടാസ് എന്നാണ് അയാൾ വിളിച്ചത്. ബ്ലഡി റാസ്കൽസ് എന്ന് അയാൾ വിളിച്ചു. പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ, പ്രിയപ്പെട്ട വി.ഡി. സതീശ, പ്രിയപ്പെട്ട ആർലേക്കറെ, പ്രിയപ്പെട്ട RSSകാരെ, RSSനെതിരെ സമരം ചെയ്യുന്ന ഞങ്ങളെ നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ ഞങ്ങളെ ഗുണ്ടകളെന്നാണ് വിളിക്കുന്നതെങ്കിൽ യെസ്, വി ആർ ഗുണ്ടാസ്, വി ആർ ഫൈറ്റിംഗ് RSS. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി RSSനെ പാദസേവ ചെയ്യുന്ന ആളായി പ്രതിപക്ഷ നേതാവ് മാറി. കേരളത്തിലെ ഗവർണർ RSSകാരനാണെന്ന് തികച്ചു പറയാൻ ധൈര്യമില്ലാത്ത KSUക്കാർ മതനിരപേക്ഷതയെ പറ്റി മിണ്ടാൻ അർഹരില്ലെന്നും ശിവപ്രസാദ് പറഞ്ഞുവെച്ചു. BJP സംസ്ഥാന അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ശബ്ദം പലപ്പോഴും ഒരുപോലെയാവുകയാണ്. കേരളത്തെ തകർക്കാൻ ലക്ഷ്യമിടുന്ന ഉന്നത വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന RSSനെതിരെ ശബ്ദമുയർത്താനോ പ്രതിരോധം തീർക്കാനോ വി.ഡി. സതീശന്റെ നേതൃത്വത്തിനോ കോൺഗ്രസിനോ കഴിയുന്നില്ല. ഗവർണർക്കും VCക്കുമൊപ്പം വി.ഡി. സതീശനുമെതിരെ പ്രതിഷേധിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ്. ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ ഏതെങ്കിലും ഒരു കസേരയ്ക്ക് വേണ്ടി, ഏത് കസേര? എന്നും രാവിലെ എണീക്കുമ്പോൾ സ്വപ്നം പോലെ അദ്ദേഹം ഒരു കസേര സ്വപ്നം കാണുകയാണ്. ആര്? ഈ RSSന്റെ ചിഹ്നത്തിന് മുന്നിൽ വിളക്ക് കത്തിക്കുന്ന മനുഷ്യൻ. ആ സ്വപ്നം, ഏത് സ്വപ്നം? ഒരു കസേര. ഏത് കസേര? കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര. ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി RSSന് പാദചേവ ചെയ്യുന്നയാളായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ അങ്ങ് ഇന്നലെ മാറി, ഇനിയെങ്കിലും മാറരുത് എന്ന് SFIക്കാർക്ക് വേണ്ടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഉത്തരേന്ത്യൻ സർവകലാശാലകളിൽ ഇന്ന് മനുസ്മൃതി ഒരു പഠന വിഷയമായി കഴിഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെയുള്ള ഗവർണറുടെ കൈകടത്തലും VC നിയമനത്തെയും ഒന്നും നിഷ്കളങ്കമായി കാണരുത്. കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തെ പൂജിക്കുന്നതും പ്രതിഷ്ഠിക്കുന്നതുമെല്ലാം അവരുടെ ദീർഘമായ വർഗീയ അജണ്ടയുടെ തുടക്കം മാത്രമാകും. ഇവിടെയാണ് SFIയുടെ പ്രാധാന്യം.
SFIയുടെ ഈ ചെറുത്തുനിൽപ്പിലാണ് രാജ്യത്തിന്റെ പ്രതീക്ഷ. ഭരണഘടനയ്ക്ക് മുകളിൽ മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുന്ന RSSും BJPയും ഏറ്റവും കൂടുതൽ വിയർക്കുന്നത് കേരളത്തിലാണ്. അവരുടെ സ്ട്രാറ്റജികളൊന്നും ഇവിടെ വിലപ്പോവുന്നില്ല. അപ്പോൾ ആരിഫുമാരും ആർലേക്കർമാരുമായി അവർ ഇവിടുത്തെ മതനിരപേക്ഷതയ്ക്ക് കത്തിവയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനെയെല്ലാം പ്രതിരോധിച്ചാണ് SFI ഇവിടെ തുടരുന്നത്. ആ SFIയുടെ പ്രതിരോധത്തെ ഒറ്റുകൊടുക്കുകയാണ് VD സതീശനും കോൺഗ്രസും. ഈ ഒറ്റുകാർ സമൂഹത്തിനു മുന്നിൽ ഇങ്ങനെ തുറന്നുകാട്ടപ്പെടുക തന്നെ ചെയ്യും.